ഇന്ന് നമുക്ക് നല്ല ഹെൽത്തിയും എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെറുപയർ ഉപ്പേരിൻ്റെ റെസിപ്പിയാണ്. ചെറുപയർ തോരൻ എന്നൊക്കെ പറയും. അപ്പോൾ ആദ്യം നമുക്ക് ചെറുപയർ വേവിച്ചെടുക്കണം. ചെറുപയർ നമുക്ക് ആവശ്യത്തിന് വേണ്ട ചെറുപയർ നല്ലപോലെ കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ഇതേപോലെ വേവിച്ചെടുക്കണം. ഒരുപാട് വെന്തുടഞ്ഞു പോകാൻ പാടില്ല. നല്ല മണിമണിയായിട്ട് തന്നെ കിട്ടണം കേട്ടോ. വെന്തുടഞ്ഞു പോയാൽ അതിൻ്റെ ഒരു ടേസ്റ്റും ഇതൊക്കെ മാറിപ്പോവേ. അത് മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പുണ്ടാക്കണം. ഒരു അരമുറി തേങ്ങ, അതിലേക്ക് ഒരു 2-3 വെളുത്തുള്ളിയും ഒരു 2-3 ചെറിയുള്ളി ഇടുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് നല്ല എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കാന്താരി മുളക് ചേർക്കുന്നുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കണം. അരക്കല്ല, ഒന്ന് എന്താ പറയുക, ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. എരിവ് ഇത്ര വേണ്ടാന്നുള്ളവർ എരിവിന് പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കാവുന്നതാണേ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുക. അതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റി വന്നോട്ടെ. അതിനുശേഷം നമ്മൾ ഈ എന്താ പറയുക, ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പും കൂടി അതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് തട്ടിപ്പൊത്തി വെക്കുക. അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ മാറിക്കഴിഞ്ഞാൽ, വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റും ചൊവയൊക്കെ മാറിക്കഴിഞ്ഞാൽ നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് കഞ്ഞീൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഇനി ഇത് അപ്പാടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്കും നമുക്ക് വലിയവർക്കൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുന്ന റെസിപ്പിയാണെന്നറിയാം. എന്നാൽ കൂടെ ഇതിങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.